ഉക്രൈൻ റഷ്യ വിഷയത്തിൽ വീണ്ടും ഇടപെടാൻ അമേരിക്ക തയ്യാറാവുകയാണ്. അതായത് ഉക്രൈൻ അമേരിക്കൻ നേതാക്കളോട് സഹായവുമായി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഉക്രൈൻ പ്രസിഡന്റായ വ്ളോഡിമർ സെലൻസ്കിയെ പുച്ഛിച്ച് പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റായ JD വാൻസും ഒക്കെ വൈറ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിനെ വ്യക്തി അധിക്ഷേപം ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊന്നുമല്ല ഈ കോമാളിയായ വ്ളോഡിമർ സെലൻസ്കിയുടെ വിഷയം. അദ്ദേഹത്തിന് എങ്ങനെയും ഭരണം നിലനിർത്തണം. കാരണം ഉക്രൈനിൽ പ്രതിപക്ഷ പാർട്ടികൾ അധികാരം പിടിച്ചെടുക്കാതിരിക്കണമെങ്കിൽ അമേരിക്കൻ പിന്തുണയോടെ ഇനിയും ഒരു പപ്പറ്റായി ഉക്രൈനിൽ ഭരണം കൊണ്ടുപോയാൽ മാത്രമേ സെലൻസ്കിക്ക് ഭാവിയിലും അവിടെ തന്നെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പേരിൽ എന്ത് പരിഹാസമോ എന്ത് താറ്റോ വാങ്ങിക്കൂട്ടാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ് വ്ളോഡിമർ സെലൻസ്കി. സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചായിരുന്നാലും എന്ത് നെറികേടിനും കൂട്ടു നിൽക്കാൻ സെലൻസ്കിക്ക് കഴിയും. ഉക്രൈൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ അടങ്ങുന്ന കാർക്കിവ് അടക്കം എല്ലായിടവും റഷ്യ പിടിച്ചു വയ്ക്കുന്ന സ്ഥിതിഗതിയിലേക്കാണ്. നമുക്കറിയാം, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാണിത്. 2022 തുടങ്ങി ഇതിപ്പോൾ 4 കൊല്ലത്തിന് മീതെയായി റഷ്യ ഉക്രൈൻ പോരാട്ടം. ഈ പോരാട്ടം എങ്ങും എവിടെയും ചെന്ന് അവസാനിക്കുന്നില്ല എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഉക്രൈൻ്റെ സമസ്ത മേഖലകളിൽ റഷ്യ കിടുകിട വിറപ്പിച്ചു. എന്നാൽ റഷ്യക്കുണ്ടായ നഷ്ടമൊന്നും ആ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സംവിധാനത്തെ പ്രതികൂലമായി ഇത്രയേറെ ബാധിച്ചിട്ടില്ല. റഷ്യ പറയുന്നുണ്ട്, തങ്ങളെ അന്താരാഷ്ട്ര യൂറോ ഫെഡറേഷനിൽ നിന്നോ ഫിഫ വേൾഡ് കപ്പിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നിന്നോ മാറ്റി നിർത്തിയാലൊന്നും തളർന്നു പോകുന്ന ഒരു രാജ്യമല്ല എന്ന് ആവർത്തിച്ച് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യക്ക് പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങൾ രംഗത്തെത്തുകയാണ്. റഷ്യക്ക് UK കൂടി പിന്തുണയുണ്ട്. നമുക്കറിയാം, ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UK എടുത്ത തീരുമാനം അവരെ സാമ്പത്തികപരമായി തളർത്തിയിരിക്കുന്നു എന്ന് തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ എപ്പോഴും പ്രസ്താവന ഇറക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ തീവ്ര വലതുപക്ഷ പ്രവർത്തനങ്ങളാണ്. അമേരിക്ക നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോയതുപോലെ റഷ്യയുടെ കൂട്ടാളികളായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യയുടെ പിന്തുണയുള്ള ഇറാനെ ഒന്ന് ചൊടിപ്പിച്ച് ഒന്ന് ഉപദ്രവിച്ച് ഇറാൻ്റെ ഭരണാധികാരികളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി വിലവീശാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. മുജ്തബ ഖമേനി രണ്ടും കൽപ്പിച്ചിറങ്ങും. ഇവിടെ പറഞ്ഞു വരുന്നത് റഷ്യ ഇനി എടുക്കാൻ പോകുന്ന നിലപാടുകളെ കുറിച്ചാണ്. ഉക്രൈനോട് യാതൊരു രീതിയിലുള്ള സന്ധിയും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ളത് അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് തന്നെ റഷ്യ വ്യക്തമാക്കിയ കാര്യമാണ്. അതിനകത്ത് ഇനി ഒരു പുനർവിചിന്തനമില്ല എന്നുള്ളത് വ്ളാഡിമിർ പുടിൻ അറിയിക്കുന്ന കാര്യമാണ്.